എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരണം. ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും ആദാമിന്റെ സന്തതി പരമ്പരകളായതുകൊണ്ട്, ആദാം പാപം ചെയ്യുന്നത് കൊണ്ട് അവന്റെ സന്തതികൾ മുഴുവൻ പാപികളായി ലോകത്തിൽ പിറക്കുകയാണ്. പാപികളായി ജനിക്കുന്ന മനുഷ്യന് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവവ്യവസ്ഥ നിലനിൽക്കെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും സാധ്യമല്ലെന്ന് ദൈവത്തിനറിയാം. കാരണം ആദാം പാപം ചെയ്തു, അവന്റെ സന്തതി മുഴുവൻ പാപികളായി ലോകത്തിൽ പിറക്കുകയാണ്. അങ്ങനെ പാപികളായി പിറക്കുന്ന മനുഷ്യരെ കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യമല്ലെന്ന് ദൈവത്തിനറിയാവുന്നത് കൊണ്ട് ലോകത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ദൈവിക പദ്ധതിയിൽ പ്രകാരമാണ് ദൈവമായിരുന്നവൻ മനുഷ്യർക്കു വേണ്ടി മനുഷ്യനായി ലോകത്തിൽ ജനിച്ചത്. നോക്കൂ, സർവശക്തനായ ദൈവം അന്ധകടാഹങ്ങളെ മുഴുവൻ ഒരു വാക്ക് കൊണ്ടുളവാക്കിയ ദൈവം, ഭൂമിയെ ഭൂമണ്ഡലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, ആകാശമണ്ഡലത്തെ പേർ ചൊല്ലി കോടാനുകോടി നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം നിമിത്തം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അതിന് പാപപരിഹാരം വരുത്തിയേ പറ്റൂ. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കണമെന്ന് ദൈവവ്യവസ്ഥ. ലോകത്തിൽ സകല മനുഷ്യരും പാപികളായി പിറക്കുന്നത് കൊണ്ട് മനുഷ്യരെ കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യമല്ലെന്ന് ബോധ്യമായ ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് ജനിച്ചതാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ്. മനുഷ്യനെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് ദൈവമായിരുന്നവൻ അവന്റെ സകല മഹത്വം സ്വർഗത്തിൽ വെച്ചിട്ട് താണഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യരുടെ പാപം സ്വയം ഏറ്റെടുത്ത് മനുഷ്യൻ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും തന്റെ തലയിൽ ഏറ്റുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ അവന്റെ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് ദൈവത്തിന്റെ സ്നേഹം. ചെറുപ്രായത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ, ഗോഡ് ഈസ് ലവ്. നമ്മുടെ വീടുകളിന്റെ ഉമ്മരിപ്പടികളിൽ പണ്ടൊക്കെ എഴുതി വെക്കുമായിരുന്നു, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. സ്നേഹവാനായ ദൈവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരിച്ചു തന്നിലേക്ക് മടക്കി കൊണ്ടുവരണം. അതിന് ദൈവിക പദ്ധതിയാണ് 2024 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ ദൈവമായിരുന്നവൻ തന്റെ സൃഷ്ടിയുടെ ഉദരത്തിലേക്ക് താണു വീണ് മനുഷ്യനായി ജനിച്ചെന്നുള്ള സത്യം. എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുന്നത്, നിങ്ങളെ കുറി ഓർത്തുകൊണ്ടാണ് അവൻ സ്വർഗമഹിമ വെടിഞ്ഞ് താണഭൂമിയിൽ മനുഷ്യനായി ജനിച്ചതെന്ന സത്യം മറക്കരുത്. യേശു അല്ലെങ്കിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ജനിച്ചത് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ആ കാൽവറി കൊലക്കളത്തിൽ നമ്മൾ കാണുന്നത്. നോക്കൂ, ഇത്ര കണ്ടു തന്നെ ഉപദ്രവിച്ചിട്ടും 6-7 കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും നിരപരാധിയാണെന്ന് വിധിച്ചിട്ടും അവൻ കാൽവറിയിലേക്ക് അവനെ കയറ്റുവാൻ കാരണം പാപപരിഹാരം വരുത്തിയേ പറ്റൂ. മനുഷ്യരെ വീണ്ടെടുക്കണം ദൈവത്തിന്. നോക്കൂ, മുഖത്ത് നിന്ന് രോമങ്ങൾ പറിച്ചെടുക്കുമ്പോൾ, മുഖത്ത് കർക്കിച്ചു തുപ്പുമ്പോൾ, ഉള്ളുകൊണ്ട് കിരീടം മെനഞ്ഞവന്റെ തലയിൽ അടിച്ചിറക്കി യഹൂദന്മാരുടെ രാജാവ് എന്ന് പരിഹസിച്ച് ജയ ജയ എന്ന് അട്ടഹസിച്ച് വിളിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ദൈവത്തിന്റെ മനസ്സെന്ന് ഓർക്കണമേ. അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കുമാറാകണമേ. എന്തിനാണ്? കാരണം തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനസ്സ്. അതാണ് ദൈവസ്നേഹമെന്ന് ഞങ്ങൾ ഇവിടെ ഒന്നുകൂടെ വിളിച്ചു പറയുന്നത്. ഈ ദേശത്തുള്ള പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ ആരംഭിച്ച ഈ സദ്വർത്തമാനം ഈ ദേശത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഈ സന്ദേശം ഞങ്ങൾ വിളിച്ചു പറയുന്ന സന്ദേശം ആരെയും കൊലപാതകത്തിലേക്ക് വിടുന്നതല്ല. മനുഷ്യനെ സ്നേഹിക്കുവാൻ, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യന് നിത്യസമാധാനം ലഭിക്കണമെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ സന്ദേശം അനേകം നരഭോജികളെ നരസ്നേഹികളാക്കിക്കൊണ്ട്, മതഭ്രാന്തന്മാരെ ഉത്തമന്മാരാക്കിയിട്ടുണ്ട്, തീവ്രവാദികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ അടുത്ത തിരുവല്ലായ്ക്കടുത്ത് കരിക്കൻ വില്ല കൊലക്കേസ് ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം.
ആ മനുഷ്യൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് കിടക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള എളിയ ദൈവദാസന്മാർ ജയിൽ സന്ദർശിക്കുകയും ആ സന്ദർശന വേളയിൽ ഇദ്ദേഹത്തോട് ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദൂതറിയിച്ചത് നിമിത്തം അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ അടിയറ വെച്ചു. അത് കൊലപാതകനായിരുന്നവൻ, ഒരു സ്വന്തം അമ്മയും പണത്തിനു വേണ്ടി കൊന്ന ആ വ്യക്തി ദൈവസന്നിധിയിൽ അടിയറ വെച്ചു. കാൽവറി കൊലക്കളത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നാണ് ദൈവം പറഞ്ഞതെങ്കിൽ ഈ കരിക്കൻ വില്ല കൊലക്കേസിലെ അല്ലെങ്കിൽ മദ്രാസിലെ മോന്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുക്കുകയും അന്ന് മുതൽ അവൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇന്നത്തെ മദ്രാസിന്റെ തെരുവീതികളിൽ ഞങ്ങളെ പോലെ ഈ സുവിശേഷമായിട്ട് അദ്ദേഹം നടക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതിന്റെ സാരം കൊലപാതകളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ സന്ദേശമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും ഈ യേശു ക്രിസ്തുവിനോടൊപ്പം നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആർക്കും ആ നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ അവസാനത്തുള്ളി രക്തവും മനുഷ്യന് വേണ്ടി ഊറ്റിത്തന്നത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമൊന്നുമില്ല. സകല മനുഷ്യരും തന്റെ കാൽവറി യാഗത്തിൽ വിശ്വസിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ കാൽവറിയിൽ തന്റെ രക്തം അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്നത് നിങ്ങളെയും സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് ഞങ്ങളൊരു മതത്തിന്റെ വ്യക്താക്കളല്ല. യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. മനം മാറ്റമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. മനസ്സിന് രൂപാന്തരം ഉണ്ടാകണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്ത് ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. എന്നാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുവാനിടയായിത്തീരും. രക്ഷ ഒരിടത്തു മാത്രം, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടിയല്ലാതെ ആർക്കും ആ നിത്യസ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ലെന്ന് യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. യേശു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം? സമൂഹത്തിൽ, ലോകത്തിൽ, രാഷ്ട്രീയത്തിലൊക്കെ എത്ര ഉന്നത നിലവാരം പുലർത്തിയ വ്യക്തികളും മരണപ്പെടുത്ത് അവന്റെ ശവമടക്കുന്നത് 6 അടി മണ്ണിലാണ്. എന്തു തന്നെ നേടിയാലും, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും എത്ര ഉന്നതനായാലും ലോകത്തിൽ അവന് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശവമടക്കുവാൻ 6 അടി മണ്ണ് മാത്രം. നോക്കൂ, ലോകത്തെ കിടിലമ്പ് കൊള്ളിച്ച ഒരു ചക്രവർത്തിയെ കുറിച്ച് നമ്മൾക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തി. അവിടെ മെഡിറ്ററേനിയൻ കടലിനെ നോക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, മഹാസമുദ്രമേ, നീ കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നു. ലോകത്തെ വിറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 33-ാമത്തെ വയസ്സിൽ ഒരു ദിവസം താൻ കുളിക്കുവാൻ ഇറങ്ങിയത് സന്ധ്യാസമയത്ത് തിരിച്ചു കയറിയപ്പോൾ അങ്ങേർക്ക് പനി പിടിച്ചു. ആ പനി തന്നെ വളരെ സീരിയസ് ആയി മാരകമായ ഒരു രോഗത്തിലേക്ക് തന്നെ മാറ്റി. ലോകത്തിൽ ഏറ്റവും ഉന്നതന്മാരായ ഡോക്ടർമാരെ ഒക്കെ കൊണ്ടുവന്ന് തന്നെ ട്രീറ്റ് ചെയ്തു. അവസാനം മരണത്തോടടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, തന്റെ കിങ്കരന്മാരോട് പറഞ്ഞു, എന്റെ ശവമടക്കിന് എന്റെ ഭൗതിക ശരീരം നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്റെ ശവപ്പെട്ടി 2 വശത്തും 2 തുളയിട്ടിട്ട് എന്റെ കൈകൾ 2ഉം പുറത്തേക്ക് ഇട്ടേക്കണം. ദൈവം യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം?